രാമു എന്റെ വീണ്ടും പണ്ടാ എവിടെയെങ്കിലും അതൊക്കെ എവിടെ കേട്ടോ. എടാ നീ ആ കിരണമായിട്ട് എന്ത് പ്രശ്നം? എടാ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചുമ്മാ ആ ഫോട്ടോയുടെ കാര്യം എന്നോട് ചോദിക്കല്ലേ. നിങ്ങളും എന്ത് പ്രശ്നം? എടാ ഞങ്ങൾ തമ്മിലൊന്ന് കോർത്തു, അതിൽ അവൻ തോറ്റ്, അതിന്റെ ചുരുക്ക. എന്നിട്ട് നീ അവനെ അടിച്ചോ? അടിച്ചതൊന്നുമില്ല, അടിക്കാൻ വളർന്നുള്ള സത്യമാണ്. പക്ഷെ കൂടെ നിന്ന് സകല എണ്ണത്തെയും വെട്ടി. അത്ര വലിയ അടിയായിരുന്നു? പക്ഷെ ഒരു കാര്യമുണ്ട്, അവന്മാരെ ഒറ്റയ്ക്കൊറ്റക്കാണ് അടിക്കാൻ വന്നത്. ഞാനങ്ങോട്ട് ഇറങ്ങേണ്ടി വന്നതേ ഇല്ല. എല്ലാ തവണ പിള്ളേരെങ്കിലും നോക്കി കൂടാ. നിങ്ങളെ ആളെ ഇറക്കി അടിക്കാൻ മാത്രം എന്താ പ്രശ്നം? കാര്യമൊന്നുമില്ല, തലേന്നാവൻ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയി. പക്ഷെ വെല്ലുവിളിച്ച് ഉച്ചിരൊന്നും അവന്മാരെ കാണിച്ചില്ല. പുറവിൽ നിന്നൊക്കെ ഞങ്ങളുടെ കൂടെ വന്നവരെ വെട്ടിയത്. നിനക്കൊരു പറ്റിയോ? നമ്മുടെ റാണിയില്ലേ, ഏത് റാണി? അവൻ എന്നെ അടിയടാ. അവൻ തലങ്ങും വലങ്ങും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അങ്ങ് അടിയാണ്. അവരില്ലെങ്കിൽ അവന്മാരെന്നെ വെട്ടിയാനെ. എന്നിട്ട് എൻ്റെ അടുത്ത വശത്ത് ചപ്പാത്തി പലകട മുകളിൽ ഒരുത്തനുണ്ടേ. അവനും നമ്മുടെ മുമ്പിൽ നിന്ന് കുറെ പയ്യന്മാരോടെ ചേർന്ന് അവനെ കണക്കിനങ്ങ് ഓട്ടിച്ച് കൂടാ. അതറാ. പിന്നെ ചിലന്മാരാ വെട്ടാനെന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വരും. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറും. നമ്മൾ സത്യത്തിലും കിടുങ്ങി പോകും. പിന്നെ അവിടെ സംഭവം നടന്നപ്പോൾ ആരാ എപ്പോഴാ എവിടുന്നാ വെട്ടുന്നതെന്നും പറയാൻ പറ്റില്ല. സത്യത്തിലങ്ങ് പേടിച്ചു പോയി. എന്നെ അടിക്കാനല്ലേ അവന്മാര് വന്നേ? എന്നെ അടിക്കാൻ വന്നുള്ള സത്യമാടാ. പക്ഷെ അവന്മാരെന്നെ അടിക്കാൻ അടുത്ത് വരെ വരും. പക്ഷെ എന്നെ ദേഹത്ത് കൊടുത്തില്ല. എന്തോ പേടിച്ചിട്ടൊക്കെ ആയിരിക്കണം. അതെ, ഒരു സംശയം, ഇത്ര അടിയാണെന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റില്ല. എന്നെ വളയ്ക്കാൻ വേണ്ടി അവന്മാര് വന്നടാ. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ പിള്ളേർ അവനൊരു മൂലക്കിട്ട് വളഞ്ഞു. ഇത് എവിടെ വെച്ചായി നടന്നത്? നമ്മുടെ ചാതരങ്ക കളവല്ലേ, അവിടെ വെച്ച്. വരുന്നു. നീ കൂടെ അറിഞ്ഞിരുന്നോണ്ടായിരുന്നില്ലയോ? ഇന്നലെ 4 അവന്മാരും കൂടെ ശ്രമിച്ചോണ്ടല്ലോടാ ഞാൻ തോറ്റത്. ഞാൻ തോക്കുന്ന പ്രശ്നമില്ലടാ. നമുക്ക് വൈകിട്ട് കാണാടാ. കാണാനൊന്നുമില്ല, ഇപ്പൊ നമുക്ക് കാണാടാ. എന്തുകൂടാ അതൊക്കെ? ചെസ്. ഇതിന്റെ കാര്യമാണ് എത്ര നേരം പറഞ്ഞേ? പോവാണ്. നീ നോക്കണ്ട, ചങ്കുറ്റുള്ളവനെ ആദ്യം ഇറക്കടാ.